ഓക്കെ, അപ്പൊ നമുക്കത് ഫില്ല് ചെയ്ത് നോക്കാം. കാർബൺ അറ്റോമിക് നമ്പർ 6. ഓക്കെ, കാർബൺ അറ്റോമിക് നമ്പർ 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p 4 ആയിട്ടുണ്ട് 2p2. അപ്പൊ ഇത് ഏത് ബ്ലോക്കാണ് വരിക? ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്ന സബ്ഷെല്ല്. സോ പി ബ്ലോക്ക് ആണ്. അത് എത്രാമത്തെ പി ബ്ലോക്കിലാണ് വരുന്നത്? സെക്കൻഡ്. അപ്പൊ ഇതിന്റെ പീരിയഡ് നമ്പർ എത്രയായിരിക്കും? പീരിയഡ് നമ്പർ ഇസ് ഈക്വൽ ടു 2. ചെക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് കാർബൺ എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദാ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കാർബൺ പി ബ്ലോക്കിലാണ് ആൻഡ് 1 ആൻഡ് 2 സെക്കൻഡ് പീരീഡിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് നെക്സ്റ്റ് സോഡിയം. സോഡിയം നമ്മൾ ഓൾറെഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ 1s2 2s2 2p 2s2 2p6 ആൻഡ് 3s1. ഏത് എവിടെയാ വരിക? 1. പീരിയഡ് നമ്പർ വരുന്നത് 1 ആണ് കേട്ടോ. അടുത്ത ഷെൽ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻഡിയം. സ്കാൻഡിയം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതാണ്. 1s സ്കാൻഡിയം 21 1s2 2s2 2p6 3s2 3p6 4s2 3d1. തേർഡ് പീരീഡ് ആൻഡ് ഡി ബ്ലോക്ക്. തേർഡ് പീരീഡ് ആൻഡ് ഡി ബ്ലോക്ക് കാണാൻ പറ്റും. സ്കാൻഡിയം നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മുടെ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ലാസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ തിരിച്ച് എഴുതുക നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു കോൺഫിഗറേഷൻ ടൈമിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. എങ്ങനെ എഴുതുന്നത്? ലാസ്റ്റ് ഷെൽ അതാണെങ്കിലും എഴുതുന്നത് തിരിച്ച് ആണ് എഴുതുക. പക്ഷെ നമ്മൾ അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ കണ്ടോ, നമ്മള് ഫില്ലിംഗ് എനർജി കൂടുതൽ എവിടെയാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഫോർത്ത് പീരീഡ് ആണ് വരിക. സ്കാൻഡിയത്തിന്റെ പീരീഡ് ചെക്ക് ചെയ്ത് നോക്കാം. സ്കാൻഡിയം അല്ലോ 1 2 3 ആൻഡ് ഫോർത്ത് പീരീഡ് ആണ് അപ്പൊ വരുന്നത്. അപ്പൊ ഓൾറെഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് പറഞ്ഞതാണ്, എനർജി കൂടുതൽ ഡിക്ക് ആണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഫോറസ് ഡി എഴുതിയതിനു ശേഷമാണ് ഫോറസ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു, പീരിയഡ് നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ചു. അടുത്തത് ഗ്രൂപ്പാണ്. അത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ആദ്യം നോക്കാം, അതിനുശേഷം ബാക്കിയുള്ള ബ്ലോക്ക് നോക്കാം കേട്ടോ. അപ്പൊ ലിഥിയം അറ്റോമിക് നമ്പർ വരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. ഏത് ബ്ലോക്കാണ് വരിക? എസ് ബ്ലോക്ക്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാ? ഫസ്റ്റ്. എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ആണ് അവസാനത്തെ ഷെല്ല് എഴുതിയിരിക്കുന്നത്? അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, സോഡിയം 1s2 2s2 2p6 3s1. ഏതാണ്? എസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 1. മെഗ്നീഷ്യം ആണെങ്കിൽ 12 1s2 2s2 2p6 3s2. ലാസ്റ്റ് വരുന്ന 2 ആണ്. സോ അത് ഏത് ഗ്രൂപ്പിലായിരിക്കും വരിക? സെക്കൻഡ് ഗ്രൂപ്പില്. കാൽസ്യം 20 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 1s2 2s2 2p6 3s2 3p6 4s2 3d 10 20. ഡിയിലോട്ട് പോകില്ല കേട്ടോ. ഫേസ് ബ്ലോക്കിലാണ് 2 ഇലക്ട്രോൺസ് ആണ്, സെക്കൻഡ് ഗ്രൂപ്പാണ്. നമുക്ക് എന്തൊക്കെ ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോഡിയം ആൻഡ് ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കിയേ, സോഡിയം ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പാണ്. മെഗ്നീഷ്യം കാൽസ്യം തൊട്ടടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ്, സെക്കൻഡ് ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലോക്ക്, പീരീഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ ഒക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ആണ് കേട്ടോ. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് എത്ര നമ്പർ ആണോ, നമ്മൾ എത്ര ഇലക്ട്രോൺസ് ആണോ കൊടുത്തേക്കുന്നത് അതാണ് അതിന്റെ നമ്പർ ആയിട്ട് വരാം. ഇവിടെ 2 നമ്മൾ കൊടുത്തേക്കുന്നുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ്. ഇവിടെയും 2. ഇവിടെ ലിഥിയത്തിന്റെ കേസിൽ 1 വരുന്നതുകൊണ്ടാണ് അത് ഏത് ഗ്രൂപ്പിൽ വരുന്നത്? 1 എന്ന ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഗ്രൂപ്പ് നമ്പർ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ.